15 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ടായിരുന്നു. ആ ക്ലബ്ബാണ് ഈ കാണുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലബ്ബല്ല. ഈ ക്ലബിനെ മാറ്റിയിട്ട് അതിനൊരു പാർട്ടി ഓഫീസും ഒരു പോളിംഗ് ബൂത്തുമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ഇത്രയും പിള്ളേരുണ്ട്, കുഞ്ഞു മക്കളുണ്ട്, വളർന്നു വരുന്ന എല്ലാ പിള്ളേരുണ്ട്. എല്ലാ കളിയിലും എല്ലാ കായികപരമായിട്ടും കഴിവുള്ള പിള്ളേരാണ്. ഈ നിരത്തി വെച്ചിരിക്കുന്ന ഈ ട്രോഫികളുണ്ട്, എല്ലാം ഞങ്ങൾ കളിച്ചിട്ടും നേടിയെടുത്ത ട്രോഫികളാണ്. ഇവിടെ ഈ ക്ലബിൻ്റെ ആനുകൂല്യത്തിൽ കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും ഈ ഇരിക്കുന്ന ആർക്കും കിട്ടുന്നില്ല. കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടില്ല, കളിക്കാനുള്ള ഒരു സപ്പോർട്ടില്ല. കളി ഉണ്ടെങ്കിൽ അതിന് മുടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്ലബിൻ്റെ നടത്തിപ്പുകാർ, അതായത് കുറച്ച് വ്യക്തികൾ, അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അവസരവും കിട്ടുന്നില്ല. പിള്ളേർക്ക് കളിക്കുന്നതൊക്കെ പുറത്ത് പോയിട്ട് മറ്റുള്ള ക്ലബ്ബുകളുടെ പേരിലും മറ്റുള്ളേക്കാണ് ഇവർ കളിക്കുന്നത്. ഈ നാട്ടിനൊരു ക്ലബ്ബ് വേണം, ഈ യുവാക്കൾക്കൊരു ക്ലബ്ബ് വേണം. ഇന്ന് ലഹരിൻ്റെ പിന്നിലാണ് എല്ലാ പിള്ളേരും പോകുന്നത് അറിയാലോ. പക്ഷേ ഇവിടുത്തെ പിള്ളേരെല്ലാം ഒറ്റ ആവശ്യമുള്ളൂ, ഈ ക്ലബ്ബ് തുറന്നു കൊടുക്കുക, ഈ പിള്ളേർക്ക് ഇവിടെയുള്ള യുവാക്കൾക്ക് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊരു പ്രതിഷേധത്തിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഇവിടെ പാലക്കാട് ജില്ല കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ചീരക്കുഴി എന്ന് പറഞ്ഞ പ്രദേശത്തിൽ ഒരു ക്ലബ്ബ് ഒരു 10-15 വർഷമായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. ഇത്രയും യുവാക്കൾ ഇവിടെ ഉള്ളൊരു പ്രദേശമാണിത്. ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ യുവജന പങ്കാളിത്തമുള്ള ഒരു വാർഡാണ് ഈ വാർഡ്. അപ്പോൾ അതിന് ഒരു ക്ലബ്ബുള്ളതിനെ വർഷങ്ങളായിട്ട് ചില വ്യക്തികൾ ഒരു പാർട്ടീൻ്റെ പേരിൽ അത് പൂട്ടിയിട്ടിരിക്കണം. അവരുടെ ഒരു ബൂത്ത് ഓഫീസ് പോലെയും പാർട്ടി ഓഫീസ് പോലെ കണ്ടു നടക്കുകയാണ്. ക്ലബ്ബ് ഞങ്ങളുടെയൊക്കെ അച്ഛന്മാരായിട്ട് ഉണ്ടാക്കിയ ക്ലബ്ബാണ്. അപ്പോൾ അതിൽ അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ പറയണത് ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയിലെ ആൾക്കാരാരാണെന്ന് ഈ നാട്ടുകാർക്ക് അറിയില്ല. ഞങ്ങളുടെ അറിവിലുള്ള ആൾക്കാരും ഈ നാട്ടുകാരും അല്ല കമ്മിറ്റിയിലുള്ളവർ. അപ്പോൾ ഇവർ ഈ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തരാണ്ട് ഇത് വോളിബോൾ അസോസിയേഷൻ്റെയും വായനശാലേൻ്റെ എല്ലാ രജിസ്ട്രേഷനുള്ള ക്ലബ്ബാണ്. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറയാൻ പറ്റിയത് ഇതിനെല്ലാത്തിനും ഫണ്ടുകൾ വരുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ വകയും വോളിബോൾ അസോസിയേഷൻ്റെ വകയൊക്കെ ഫണ്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ 4-5 വ്യക്തികൾ, ഈ പ്രാദേശിക നേതാക്കന്മാർ, അവർ സ്വന്തമായിട്ട് ആ ഫണ്ട് മുഴുവൻ എടുക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രതിഷേധമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടോ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടോ ഒരു നടപടികളും ഇല്ല. ഈ പാർട്ടിൻ്റെ പേരിൽ വർഷങ്ങളായിട്ട് അത് പൂട്ടിക്കിടക്കുക. നമസ്കാരം, ഞാൻ രാജേന്ദ്ര വോളിബോൾ. ഈ ക്ലബ്ബ് പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. ഈ ക്ലബ്ബ് അടച്ചു പൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ സ്പോർട്സിന് നമ്മുടെ ചീരക്കുഴി നാട്ടില് ഒരുപാട് സ്പോർട്സ് സ്കില്ലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ സ്പോർട്സ് സ്കില്ലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ആ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ക്ലബ്ബ് തുറന്നു കഴിഞ്ഞാൽ വലിയൊരു മുതൽക്കൂട്ടാവും, വലിയൊരു കാര്യമാകും. അത് നമ്മുടെ ചീരക്കുഴിയുടെ പേരുയർത്തി നാളെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരമായി മാറുക എന്ന് പറയുന്നത്